ന്യായാധിപന്മാർ 14-ാം അധ്യായം. അനന്തരം ശിംശോൻ തിമ്നയിലേക്ക് ചെന്ന് തിമ്നയിൽ ഒരു ഫെലിസ്ത്യ കന്യകയെ കണ്ടു. അവൻ വന്ന് തന്റെ അപ്പനെയും അമ്മയെയും അറിയിച്ചു, ഞാൻ തിമ്നയിൽ ഒരു ഫെലിസ്ത്യ കന്യകയെ കണ്ടിരിക്കുന്നു, അവളെ എനിക്ക് ഭാര്യയായിട്ട് എടുക്കണം എന്ന് പറഞ്ഞു. അവന്റെ അപ്പനും അമ്മയും അവനോട്, അഗ്രചർമ്മികളായ ഫെലിസ്ത്യരിൽ നിന്ന് നീ ഒരു ഭാര്യയെ എടുപ്പാൻ പോകേണ്ടതിന് നിന്റെ സഹോദരന്മാരുടെ കന്യകമാരിലും നമ്മുടെ സകല ജനത്തിലും യാതൊരുത്തിയും ഇല്ലയോ എന്ന് ചോദിച്ചതിന് ശിംശോൻ തന്റെ അപ്പനോട്, അവളെ എനിക്ക് എടുക്കണം, അവളെ എനിക്ക് ബോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് യഹോവയാൽ ഉണ്ടായത് എന്ന് അവന്റെ അപ്പനും അമ്മയും അറിഞ്ഞില്ല. അവൻ ഫെലിസ്ത്യരുടെ നേരെ അവസരം അന്വേഷിക്കുകയായിരുന്നു. ആ കാലത്ത് ഫെലിസ്ത്യരായിരുന്നു ഇസ്രായേലിനെ വാണിരുന്നത്. അങ്ങനെ ശിംശോനും അവന്റെ അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോയി. തിമ്നയ്ക്കരികെയുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ എത്തിയപ്പോൾ ഒരു ബാലസിംഹം അവന്റെ നേരെ അലറി വന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. താൻ ചെയ്തത് അപ്പനോടും അമ്മയോടും പറഞ്ഞില്ല. പിന്നെ അവൻ ചെന്ന് ആ സ്ത്രീയോട് സംസാരിച്ചു. അവളെ ശിംശോന് ബോധിച്ചു. കുറെ കാലം കഴിഞ്ഞ ശേഷം അവൻ അവളെ വിവാഹം കഴിപ്പാൻ തിരികെ പോകുകയിൽ സിംഹത്തിന്റെ ഉടൽ നോക്കേണ്ടതിന് മാറിച്ചെന്നു. സിംഹത്തിന്റെ ഉടലിനകത്ത് ഒരു തേനീച്ചക്കൂട്ടവും തേനും കണ്ടു. അത് അവൻ കയ്യിൽ എടുത്ത് തിന്നും കൊണ്ട് നടന്നു. അപ്പന്റെയും അമ്മയുടെയും അടുക്കൽ ചെന്ന് അവർക്കും കൊടുത്തു. അവരും തിന്നു. എന്നാൽ തേൻ ഒരു സിംഹത്തിന്റെ ഉടലിൽ നിന്ന് എടുത്തു എന്ന് അവൻ അവരോട് പറഞ്ഞില്ല. അങ്ങനെ അവന്റെ അപ്പൻ ആ സ്ത്രീയുടെ വീട്ടിൽ ചെന്നു. ശിംശോൻ അവിടെ ഒരു വിരുന്ന് കഴിച്ചു. യൗവനക്കാർ അങ്ങനെ ചെയ്യുക പതിവായിരുന്നു. അവർ അവനെ കണ്ടപ്പോൾ അവനോടുകൂടെ ഇരിപ്പാൻ 30 തോഴന്മാരെ കൊണ്ടുവന്നു. ശിംശോൻ അവരോട്, ഞാൻ നിങ്ങളോട് ഒരു കടം പറയാം. വിരുന്നിന്റെ 7 ദിവസത്തിനകം നിങ്ങൾ അത് വീട്ടിയാൽ ഞാൻ നിങ്ങൾക്ക് 30 ഉള്ളങ്കിയും 30 വിശേഷ വസ്ത്രവും തരാം. വീട്ടുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലോ നിങ്ങൾ എനിക്ക് 30 ഉള്ളങ്കിയും 30 വിശേഷ വസ്ത്രവും തരേണം എന്ന് പറഞ്ഞു. അവർ അവനോട്, നിന്റെ കടം പറക, ഞങ്ങൾ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലിനിൽ നിന്ന് മധുരവും പുറപ്പെട്ടു എന്ന് പറഞ്ഞു. എന്നാൽ കടം വീട്ടുവാൻ 3 ദിവസത്തോളം അവർക്ക് കഴിഞ്ഞില്ല. 7-ാം ദിവസത്തിലോ അവർ ശിംശോന്റെ ഭാര്യയോട്, ഞങ്ങൾക്ക് പറഞ്ഞു തരുവാൻ തക്കവണ്ണം നിന്റെ ഭർത്താവിനെ വശീകരിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെയും നിന്റെ പൃഥുഭവനത്തെയും തീ വെച്ച് ചുട്ടുകളയും. ഞങ്ങളുടെ വസ്തു കരസ്ഥമാക്കേണ്ടതിനോ നിങ്ങൾ ഞങ്ങളെ വിളിച്ചത് എന്ന് പറഞ്ഞു. ശിംശോന്റെ ഭാര്യ അവന്റെ മുൻപിൽ കരഞ്ഞു, നീ എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ ദ്വേഷിക്കുന്നു. എന്റെ ആസ്മാദികളോട് ഒരു കടം പറഞ്ഞിട്ട് എനിക്കത് പറഞ്ഞു തന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അവൻ അവളോട്, എന്റെ അപ്പനും അമ്മയ്ക്കും ഞാൻ അത് പറഞ്ഞു കൊടുത്തിട്ടില്ല, പിന്നെ നിനക്ക് പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞു. വിരുന്നിന്റെ 7 ദിവസവും അവൾ അവന്റെ മുൻപിൽ കരഞ്ഞുകൊണ്ടിരുന്നു. 7-ാം ദിവസം അവൾ അവനെ അസഹ്യപ്പെടുത്തുക കൊണ്ട് അവൻ പറഞ്ഞു കൊടുത്തു. അവൾ തന്റെ അസ്മാദികൾക്കും കടം പറഞ്ഞു കൊടുത്തു. 7-ാം ദിവസം സൂര്യൻ അസ്തമിക്കും മുൻപേ പട്ടണക്കാർ അവനോട്, തേനിനേക്കാൾ മധുരമുള്ളത് എന്ത്, സിംഹത്തെക്കാൾ ബലമുള്ളത് എന്ത് എന്ന് പറഞ്ഞു. അതിന് അവൻ അവരോട്, നിങ്ങൾ എന്റെ പശുക്കിടാവിനെ പൂട്ടി ഉഴുതില്ലെങ്കിൽ എന്റെ കടം വീട്ടുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവൻ അസ്കലോനിലേക്ക് ചെന്ന് 30 പേരെ കൊന്ന് അവരുടെ ഉടുപ്പൂരി കടം വീട്ടിയവർക്ക് വസ്ത്രം കൊടുത്തു. അവന്റെ കോപം ജ്വലിച്ചു. അവൻ തന്റെ അപ്പന്റെ വീട്ടിൽ പോയി. ശിംശോന്റെ ഭാര്യ അവന്റെ കൂട്ടുകാരനായിരുന്ന തോഴന് ഭാര്യയായി തീർന്നു.